ഇപ്പം കുറച്ച് ദിവസമായിട്ടേ എനിക്ക് വിശപ്പ് ഭ്രാന്ത് കയറിയിട്ടുണ്ടാ. കടയിൽ നിൽക്കുമ്പോൾ വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. കട കൂട്ടി വീട്ടിൽ വരുമ്പോഴാണ് എൻ്റെ പൊന്നോ പറഞ്ഞാൽ പറ്റൂല കേട്ടോ, അത്രയ്ക്കും വിശപ്പായിരിക്കും എനിക്ക് വന്നത്. അപ്പോൾ കടയിൽ വല്ല കടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തുകൊണ്ട് വരും. പക്ഷെ ഇപ്പോഴേ പിന്നെ കടി ഉണ്ടാകാറില്ല. വീട്ടിൽ വന്നാൽ ഫ്രൂട്ട്സ് ഉണ്ടാവട്ടെ, ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചാലൊന്നും എനിക്ക് തൃപ്തിയാവൂലോ. അപ്പം ഞാനോർത്തേ ഒരു വട ഉണ്ടാക്കിയാലോ. ഉഴുന്ന് വടയൊന്നുമല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കണം, വെറൈറ്റി ആയിട്ടുള്ള ഒരു വടയാണ്. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുത്തു വിടാലാന്ന് ഓർത്തിട്ടാണ് ഉണ്ടാക്കണത്. ഞാനിപ്പോൾ പാനിലേക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞ സവാളയും അതേപോലെ മല്ലിയില ഈ ഒരു വടക്ക് നിർബന്ധമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി അതേപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച മുളകാണ്ട് ഇട്ട് കൊടുത്തേക്കണം. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു വട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റവയെന്ന് വെച്ചാൽ ഡബിൾ ഹോഴ്സിൻ്റെ റവയാണ്, വറുത്ത റവ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 1.5 പാത്രം വെള്ളത്തിന് 3/4 പാത്രം റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത്. ഇത് മിക്സ് ചെയ്യുമ്പോഴേ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു കുഞ്ഞു കട്ടകളൊക്കെ പോലെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുമ്പോഴേ ശരിക്കുള്ള ഷേപ്പ് കിട്ടൂല, അത് അരികൊക്കെ വിട്ട് പോകും. അതാ പറഞ്ഞത് കേട്ടാ. ഇനി ഇതേ ഞാൻ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോഴേ ശരിക്കും വെള്ളം കൂടി പോയ ഉപ്പുമാവില്ലേ അതേപോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉരുള തന്നെ ഉണ്ടാക്കിയപ്പോഴേ വിട്ടുപോകുന്നോടോ. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ കുഴ അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഞാൻ ഒന്നും കൂടിയൊക്കെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടാ. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് സവാള അരിയുമ്പോഴേ കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. അല്ലെങ്കിൽ സവാള ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് അങ്ങോട്ട് കിട്ടൂല. ഇപ്പം 2ാമത്തെ പ്രാവശ്യം എൻ്റെ കറക്റ്റായി കിട്ടിയിട്ടാ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് വടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ എണ്ണയൊക്കെ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വടക്കുട്ടന്മാരെയൊക്കെ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ അൽക്കുലത്ത് പരിപാടികളാണ്. ഉഴുന്നിട്ട് പിന്നെ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച്, എൻ്റെ പൊന്നോ അതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നിയേക്കണത് ഈ ഒരു വടയാണെന്നാണ്. പക്ഷേ എല്ലാവരും അതിനോട് യോജിച്ചെന്ന് വരില്ല. കാരണം എന്ന് വെച്ചാൽ ഉഴുന്നുവട കഴിക്കുന്ന ആൾക്കാർക്ക് ഉഴുന്നുവട കഴിച്ചേ പറ്റൂ. ഇതിനെന്ന് വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല എരിവും. അത് കട്ടൻ ചാട കൂടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ. ഇല്ലേ കറകറ ശബ്ദം കേൾക്കണതാ, ഞാൻ സ്പൂണും കൊണ്ട് ചിരണ്ടി കാണിച്ചു തരാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പൊ വിചാരിക്കും ഉള്ളിൽ ക്രിസ്പിയാണെന്ന്. അല്ല, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എരിവും അതേപോലെ തന്നെ നല്ല മസാലയുടെ ചൊവയൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള വടയാണ്. ഉണ്ടാക്കാൻ മറക്കാതെ അതേപോലെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.